ഓക്കെ, നമ്മളുടെ ഈ പ്രോബ്ലത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ആൺകുട്ടികളുടെ എണ്ണവും പെൺകുട്ടികളുടെ എണ്ണവുമാണ് കണ്ടുപിടിക്കേണ്ടത്. ആൺകുട്ടികളുടെ എണ്ണം നമ്മൾ എക്സ് എന്നെടുത്താൽ പെൺകുട്ടികളുടെ എണ്ണം അവരെങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ആൺകുട്ടികളുടെ എണ്ണത്തേക്കാൾ 4 കൂടുതലാണ്, അതായത് x+4. ഓക്കെ, ആൺകുട്ടികളിൽ 8 പേര് വരാതിരുന്ന ദിവസം, ആകെ എക്സ് ഉണ്ട്, അതിൽ 8 പേര് വന്നിട്ടില്ല, x-8 അന്ന് ഇരട്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? ആൺകുട്ടികളുടെ എണ്ണത്തിന് ഇരട്ടിയാണ്. കണ്ടോ? അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 2 × x-8 സമം x+4. അകത്തേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x - 16, 8 × 2 16 സമം x+4. ഓക്കെ, അടുത്തത് എങ്ങനെ വരുവാടാ? 2x - x, ഈ എക്സിനെ നമ്മൾ എപ്പുറത്തേക്ക് കൊണ്ടുവന്ന് സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ പ്ലസ് എന്തായി? മൈനസ് ആയി. ഇസ് ഈക്വൽ ടു, ഇവിടെ 4 ഉണ്ടായിരുന്നു, 4, ഈ -16 ഇപ്പുറത്ത് പോയപ്പോൾ +16 ആയി. x = 20 എന്ന് നമുക്ക് കിട്ടി. എക്സ് എന്താ നമ്മൾ എടുത്തിരുന്നത്? ആൺകുട്ടികളുടെ എണ്ണമാണ് നമ്മൾ എക്സ് എന്ന് എടുത്തിരുന്നത്, അതായത് 20. പെൺകുട്ടികളുടെ എണ്ണം എങ്ങനെയാണ്? x+4. ഓക്കെ, 20 + 4 24. ഓക്കെ, ഒരു സിമ്പിൾ പ്രോബ്ലം ആയിരുന്നു. എല്ലാ കുഞ്ഞുങ്ങളും വർക്കൗട്ട് ചെയ്യണം. സിമ്പിളാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതിലേക്ക്, ഇവിടെ ഈ ഒരു സ്റ്റെപ്പിലേക്ക് എത്താൻ കുറച്ച് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്നുകൂടെ കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ സിമ്പിൾ ലേണിംഗ് സ്പേസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. പ്രയോജനപ്രദമെന്ന് തോന്നുകയാണെങ്കിൽ മറ്റെല്ലാവർക്കും അത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.